ആ വന്നോ? അവിടത്തെ എഴുന്നള്ളത്തിനായി ഈ ഉള്ളവർ കാത്തിരിക്കുമായിരുന്നു. പുതിയ അസിസ്റ്റന്റ് കമ്മീഷണറുടെ പാഴായ പടൊരുക്കത്തെ പറ്റി പത്രങ്ങൾ വെണ്ടയ്ക്ക വലിപ്പത്തിലേക്ക് ഒട്ടി പാടിയിരിക്കുന്നത് എന്തു പറ്റി? പല്ലിന്റെ ചവര്യം പണ്ടേ പോലെ അങ്ങോട്ട് ഏക്കുന്നില്ല അല്ലേ? എവിടെ ചെന്നാലും ഇയാളെ പറ്റി കംപ്ലൈന്റ്. ഒന്നും ഒന്നര മെമ്പർമാരുള്ള ഘടകകക്ഷികൾക്ക് വരെ ഇയാളെ പറ്റി മാത്രമേ പരാതിയുള്ളൂ. താൻ ആരാ? അന്തിക്രിസ്തുവോ? വല്ല ട്രാഫിക്കിലോ പോലീസ് ട്രെയിനിങ് ക്യാമ്പിലോ തട്ടണമെന്ന് ഞാൻ അന്നേ പറഞ്ഞതാ. ഇന്നലെ നടന്ന സംഭവങ്ങളെ പറ്റി മിസ്റ്റർ സക്രിയ ജോൺ എന്താണ് പറയാനുള്ളത്? ഉണ്ട് സാർ. എന്റെ മനസാക്ഷിക്ക് ശരിയെന്ന് തോന്നിയതാണ് ഞാൻ ചെയ്തത്. ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ പെൺകുട്ടികൾക്ക് പുറത്തിറങ്ങി നടക്കാനാവാത്ത അവസ്ഥയാണുള്ളത്. സെക്സ് റാക്കറ്റുകൾ ഇവിടെ തഴച്ചു വളരുന്നു. അത്തരം ഒരു ഗ്യാങ്ങിന്റെ തലവനാണ് അനിരുദ്ധൻ. പെൺകുട്ടികളെ പ്രേമം നടിച്ച് വശത്താക്കാൻ വിദേശ നിർമ്മിത കാറും മൊബൈൽ ഫോണും നൽകി ചെറുപ്പക്കാരെ അയക്കുന്നു. എട്ടും പൊട്ടും തിരിയാത്ത പ്രായത്തിൽ ചതിക്കുഴികളിൽ വീണ് അതിൽ നിന്ന് രക്ഷപ്പെടാനാവാതെ വിങ്ങുന്ന പെൺകുട്ടികളുടെ എണ്ണം നാൾക്ക് നാൾ വർദ്ധിച്ചു വരുന്നു. ഇതിനൊന്നും തെളിവുകളില്ല. അനിരുദ്ധൻ ഇത്രയും നാൾ ക്രൂരമായി പീഡിപ്പിച്ചുകൊണ്ടിരുന്ന ഭാര്യ സിന്ധു മരണത്തോട് മല്ലിട്ടുകൊണ്ട് ആശുപത്രി കഴിയുകയാണ്. നെഞ്ചിൽ അവശേഷിക്കുന്ന ഇത്തിരി ശ്വാസവും ആ കണ്ണുകളിൽ നിന്നും തോരാതെ ഒഴുകുന്ന കണ്ണുനീരും മാത്രമാണ് ആ ശരീരത്തിൽ ജീവൻ അവശേഷിക്കുന്നു എന്നതിന്റെ തെളിവുകൾ. ഈ അനുഭവം ഇനി ഒരു പെൺകുട്ടിക്ക് ഉണ്ടാകരുതെന്ന് ഞാൻ ആശിച്ചുപോയി. പക്ഷേ എന്റെ കണക്കൂട്ടലുകളൊന്ന് പാളി. ബട്ട് ഹീസ് എ പെർഫെക്റ്റ് ക്രിമിനൽ. അനിരുദ്ധനാണ് അവരെ ഈ സ്ഥിതിയിലാക്കുന്നത് പറയാൻ എന്ത് തെളിവുകളുണ്ട് നിങ്ങളുടെ? ഈ മന്ത്രിസഭയെ സംബന്ധിച്ചിടത്തോളം ഹീസ് എ വെരി വെരി ഇമ്പോർട്ടന്റ് പേഴ്സൺ. ഒറ്റ രാത്രി കൊണ്ട് പൊളിറ്റിക്കൽ ഇക്വേഷൻസ് കംപ്ലീറ്റ് തകിടം മറിക്കാൻ കഴിവുള്ള ആളായാണ്. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടാൽ ഉടനെ പത്രക്കാരൻ വിളിച്ചു വരുത്തി ഷൈൻ ചെയ്യാമെന്ന് തോന്നുന്നുണ്ടാവുന്ന തെറ്റല്ലേ? പക്ഷേ ആരോടെ എന്താ ചെയ്യുന്നതെന്ന് നല്ല ബോധം വേണം. സുപ്പീരിയർ ഓഫീസേഴ്സിന് വിവരം അറിയിക്കണം. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട ഉടനെ പത്രക്കാരെ വിളിച്ചു വരുത്തി ഷൈൻ ചെയ്യുന്ന സ്വഭാവം എനിക്കുണ്ടായിരുന്നെങ്കിൽ ഈ പറയുന്ന മന്ത്രി ജയബാഹുരേൻ ഇവിടെ ഇരിക്കുമായിരുന്നില്ല. ഓർക്കുന്നില്ലേ കുറുതുരുത്തി ഗസ്റ്റ് ഹൗസിലെ ആ കറുത്ത രാത്രി? 3-4 വർഷം മുമ്പാ 14 തികയാത്ത ഒരു കൊച്ചു പെൺകൊച്ചിന്റെ ദേഹത്ത് 64 കലകളും ആടി തിമിർക്കുമ്പോ ഒരു ശബ്ദം കേട്ടു. വാതിൽ തുറന്നു. പുറത്ത് ഞാനും കുറച്ച് പോലീസുകാരും ഉടുമുണ്ടും വാരി ചുറ്റി എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ കരഞ്ഞ ആ രൂപം എനിക്ക് മറക്കാൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ. പത്രക്കാരെ വിളിച്ചു വരുത്തി ഷൈൻ ചെയ്യുന്ന സ്വഭാവം എനിക്കുണ്ടായിരുന്നെങ്കിൽ ജയബാഹുലേയൻ ഇന്ന് വെറും XMLA. പിന്നെ സുപ്പീരിയർ ഓഫീസേഴ്സിനെ വിവരം അറിയിക്കാത്തത് തെറ്റായിപ്പോയി. കാരണം മന്ത്രി അദ്ദേഹം അന്ന് രായ്ക്ക് രാമായണം കേസിൽ നൂരിപ്പോയത് ചില സുപ്പീരിയർ ഓഫീസേഴ്സിനെ ഞാൻ വിവരം അറിയിച്ചതുകൊണ്ടാണല്ലോ. എന്റെ കർത്താവെ, എന്തു പറഞ്ഞാലും തറുതല. 18 ഘടകകക്ഷികളെ ഒന്നിച്ചു കൊണ്ടുപോകുന്നതിന്റെ വെത്തപ്പാട് എനിക്കും തമ്പുരാനും മാത്രമേ അറിയാവൂ. എന്തിനാ എന്റെ കൺവീനർ സാർ ഇത്ര ബുദ്ധിമുട്ടുന്നത്? ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം ഉണ്ടല്ലോ. പിന്നെന്തിനാ ബാക്കി 17 എണ്ണത്തിനെയും കൂടെ താങ്ങുന്നത്? പോയാ പോട്ടെന്ന് വയ്ക്കണം. റബ്ബറിന് ഒരു ഇത്തിരി വില കൂടിയിട്ടുണ്ട്. കോട്ടയത്ത് തറവാട്ടിലേക്ക് എന്നാ സുഭിക്ഷമായിട്ട് ഉണ്ട് കഴിയാം. എന്തിനാ ഈ ത്യാഗമൊക്കെ സഹിച്ച് വെറുതെ ചീത്തപ്പേര് കേൾക്കുന്നത്? ഇനി ഞാനാ പ്രശ്നമെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ട്രാഫിക്കിലോട്ടോ പോലീസ് ട്രെയിനിങ് കോളേജിലോട്ടോ എങ്ങോട്ടോട്ടോ തട്ടിക്കോ, ഒരു വിരോധമില്ല. പിന്നെ സർദാർ പറയുന്ന കാര്യം, ഇവിടെ ഈ നിരന്നിരിക്കുന്ന എല്ലാ മഹാന്മാരുടെയും ഹിസ്റ്ററിയും ജോഗ്രഫിയും കാണാപ്പാടം പഠിച്ചിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അതായത് ഒരു വെടിക്കുള്ള മരുന്ന് എന്റെ കയ്യിലുണ്ടെന്ന് ചുരുക്കം. കൺവീനർക്കുള്ളതുമുണ്ട്. കൂത്രപ്പള്ളി CA ആയിരുന്ന കാലത്ത് ഒരു ടാപ്പിംഗ് തൊഴിലാളിയുടെ മരണം ഓർമ്മയില്ലേ? കൺവീനർ അന്ന് ഇലക്ഷനിൽ തോറ്റിരിക്കുക. മതി മതി. എനിക്കറിയാം, കൺവീനർക്ക് ഓർമ്മശക്തി ഇത്തിരി കൂടുതലാ. അതുകൊണ്ടാ കടുത്ത വാക്കുകളൊന്നും തിരുവായിന്നിങ്ങനെ മൊഴിയാത്തത്. ഇനി ഒന്നുകൂടി, ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും കുടുംബങ്ങളിൽ സ്ത്രീകളുണ്ട്. അമ്മയും ഭാര്യയും പെങ്ങളും മകളും ഉണ്ട്. ഞാൻ ഇന്നലെ ചെയ്തത് അവർക്ക് വേണ്ടിയായിരുന്നു. അനിരുദ്ധന് വേണ്ടി ചാമരം വീശുന്നവർ മനസ്സിൽ ഒരു നിമിഷം ചിന്തിക്കണം, തങ്ങളുടെ പ്രവൃത്തി സ്വന്തം വീട്ടിലെ സ്ത്രീകൾക്കും എതിരാണെന്ന്. അടുത്ത ട്രാൻസ്ഫർ എങ്ങോട്ടാണ് സാർ? ഫാമിലി ഇതുവരെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടില്ല. നേരത്തെ ഓർഡർ കയ്യിൽ കിട്ടിയാൽ ഇവിടേക്ക് വരണ്ടാന്ന് വിളിച്ചു പറയാമായിരുന്നു. വിവരം അറിഞ്ഞ ഉടനെ കണ്ണൂരിലോട്ടൊരു ട്രാൻസ്ഫർ ഓർഡർ ടൈപ്പ് ചെയ്യിച്ച താൻ പിടിച്ചകത്താക്കിയ ആ അനിരുദ്ധന്റെ വലിയ മനസ്സുകൊണ്ട് മാത്രമാ സ്ഥാനചലനമില്ലാതെ ഇപ്പോഴും നിന്ന് വായിട്ടലയ്ക്കാൻ തന്റെ പോസ്റ്റ് നിലനിൽക്കുന്നത്. ഒരു നൊട്ടോറിയസ് ക്രിമിനലിന്റെ കാരുണ്യം കൊണ്ട് നിലനിൽക്കുന്ന ആ പോസ്റ്റ് എനിക്ക് വേണമെന്നില്ല സാർ. യു ക്യാൻ ട്രാൻസ്ഫർ മീ ടു എനിവേർ. ഐ ആം റെഡി ടു ഗോ. ആർഗ്യുമെന്റ്സും കൗണ്ടർ ആർഗ്യുമെന്റ്സും കൊണ്ട് ഷൈൻ ചെയ്യാനല്ല തന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. ഇത്തരം വൃത്തികേടുകൾ മേലിൽ ആവർത്തിക്കരുന്ന് വാൺ ചെയ്യാനാ. കീപ് ഇറ്റ് ഇൻ യുവർ മൈൻഡ്. നൗ യു ക്യാൻ ഗോ.
വന്നിരിക്കുന്നത് കേസിന്റെ ആവശ്യവുമായല്ല, ഒരു മനുഷ്യനെന്ന രീതിയിൽ സിദ്ധാർത്ഥന്റെ ദുഃഖത്തിൽ പങ്കുചേരാനാണ്. എന്നെ സഹായിക്കാൻ ഒരുപാട് ശ്രമിച്ചു എന്ന് എനിക്കറിയാം. പക്ഷേ നമ്മുടെ രാജ്യത്തിന്റെ മാത്രം ശാപമാണിത്. ക്രിമിനൽസും പൊളിറ്റീഷ്യൻസും തമ്മിലുള്ള ഇല്ലീഗൽ കണക്ഷൻസ്. ഞാനിത് പ്രതീക്ഷിച്ചതാണെങ്കിലും അനിരുദ്ധന്റെ നെറ്റ്വർക്കിന്റെ ദൃഢത ഇത്രത്തോളം ഉണ്ടാവുമെന്ന് കരുതിയില്ല. എന്നെ പൊരിക്കാൻ വന്ന രാഷ്ട്രീയ കോമരങ്ങളുടെ മുഖത്ത് ഞാൻ എന്താണ് കണ്ടതെന്നറിയോ? എച്ചിലല നക്കിത്തോർത്തി വിശപ്പടക്കി നിൽക്കുന്ന തെരുവുനായുടെ ശൗര്യം. ഇനി ഈ കേസിൽ എന്താണ് സർ ചെയ്യാൻ കഴിയുക? കേസിന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഇംപ്രൂവ്മെന്റ് ഉണ്ടാകണമെങ്കിൽ സിന്ധു ജീവിതത്തിലേക്ക് മടങ്ങി വരണം. അവളുടെ മൊഴിയിലൂടെ മാത്രമേ നമുക്ക് അനിരുദ്ധനെ കൊടുക്കാനാവൂ. ഇറങ്ങട്ടെ. എന്നെ കൊണ്ടാവുന്ന സഹായങ്ങൾ ചെയ്യാൻ ഞാൻ തയ്യാറാണ്. അത്രേ എനിക്കിപ്പോ പറയാൻ പറ്റും. ഇയാളാണ് ഫിലിം ആർട്ട് ഡയറക്ടർ മനുരാജ്. 4 തവണ മികച്ച കലാസംവിധാനത്തിന് സ്റ്റേറ്റ് അവാർഡ് മേടിച്ചാണ്. അനിരുദ്ധന്റെ വീട് ആൾതാമസമില്ലാത്ത പഴയ വീടാക്കി മാറ്റാൻ ഇയാൾ ഒരുപാട് പാടുപെട്ടു. കൊള്ളാം, വിജയാഘോഷമാവും. എട്ടും പൊട്ടും തിരിയാത്ത ഒരു പെണ്ണിനെ പ്രേമം നടിച്ച് വശത്താക്കി താല് കെട്ടി തന്റെ താല്പര്യങ്ങൾക്ക് വഴങ്ങുന്നില്ല എന്ന് കണ്ടപ്പോ അവളെ എന്നേക്കുമായി കിടക്കയിലാക്കി. എന്നിട്ടിതാ കേസിൽ നിന്ന് പുഷ്പം പോലെ ഊരി. വിജയം ആഘോഷിക്കാൻ മറ്റെന്തു വേണം? എക്സാക്ട്ലി, യെസ്, ഇറ്റ്സ് എ സെലിബ്രേഷൻ. വേണമെങ്കിൽ ക്യാപ്റ്റനും കൂടാം. ടെൻഷൻ മാറ്റാൻ നല്ലതാണ്. ഇപ്പോ ഇവിടെ വച്ച് ഈ നിമിഷം നിന്നെ എനിക്ക് അവസാനിപ്പിക്കാൻ അറിയാഞ്ഞിട്ടല്ല. എന്റെ പെങ്ങക്ക് കിടക്ക് വിട്ട് ജീവിതമില്ലെന്ന് മനസ്സിലാക്കിയപ്പോഴേ എനിക്കിതാകാമായിരുന്നു. പക്ഷേ മരണം നിനക്കൊരു രക്ഷപ്പെടലാകും. മാധ്യമങ്ങൾ നിന്റെ മരണം ഒരു മഹാസംഭവമാക്കി മാറ്റും. നിന്നെ മഹാപുരുഷനാക്കി വാഴ്ത്തും. ഇനിയും അനിരുദ്ധന്മാരുണ്ടാവാൻ സാഹചര്യം ഉണ്ടാവും. അതുണ്ടാവരുത്. സമൂഹത്തിന്റെ മുന്നിൽ നീ അണിഞ്ഞിരിക്കുന്ന മാന്യതയുടെ മുഖംമൂടി പിച്ച് ചീന്തപ്പെടുന്ന ആ നിമിഷം, അന്ന് ഞാൻ നിന്റെ മുന്നിലെത്തും, നിന്റെ മരണത്തിന്റെ ദൂതുമായി. അതുവരെ നിന്റെ ആയുസിന് ഞാൻ കനിഞ്ഞു നൽകുന്ന എക്സ്റ്റൻഷനാണിത്. കമോൺ, സെലിബ്രേറ്റ്. വെറുതെ മാന്യന്മാരുടെ വീട്ടിൽ വന്ന് അനാവശ്യം പറയരുത്. തൂക്കിയെടുത്ത് അകത്തിടുന്നു. ചേട്ടേ, ഇവൻ വച്ചു നിൽക്കുന്ന ഉച്ചിഷ്ടം നിന്നിട്ട് എന്റെ നേരെ കുറയ്ക്കുന്നോ? ഞാൻ അണിയുന്ന യൂണിഫോം കണ്ട നിന്റെ തലപ്പത്തിരിക്കുന്നവരോ എന്റെ മുമ്പിൽ സല്യൂട്ട് അടിച്ച് ഓച്ചാനിച്ച് നിൽക്കും. സിദ്ധാർത്ഥനെ തൂക്കി അകത്തിരുന്നാല് നിന്റെ തലയിലിരിക്കുന്ന തൊപ്പിയും തോളത്തിരിക്കുന്ന നക്ഷത്രങ്ങൾ തികയാതെ വരും. എന്താ സംശയമുണ്ടോ? ഒരു മിലിറ്ററിക്കാരന്റെ അച്ചടക്കത്തിന്റെ ഭാഗമായി കൂട്ടിയാൽ മതി. നിനക്കൊരു മുന്നറിയിപ്പ് തരാനാ വന്നത്. നിന്റെ നാളുകൾ എണ്ണപ്പെട്ടു കഴിഞ്ഞു. ഒരു നിയമത്തിന് ഞാൻ നിന്നെ വിട്ടുകൊടുക്കില്ല. എന്റെ സിന്ധുവിന്റെ കണ്ണിൽ നിന്നൊഴുകുന്ന ഓരോ തുള്ളിക്കും നിന്നെ കൊണ്ട് ഞാൻ കണക്ക് പറയിക്കും. ഓർത്തു. അങ്ങനെ പോയാലേ മാറി. ഇവനെ പോലുള്ള ദാസന്മാരെ എപ്പോഴും കൂടെ കൊണ്ട് നടക്കണം. കാരണം നിന്റെ ഡെഡ് ബോഡി എടുത്ത് മാറ്റാൻ ഉപകരിക്കും. അതിനുശേഷം അവരെന്നെ നിരന്തരം വേട്ടയാടുകയായിരുന്നു. അനിരുദ്ധൻ എന്ന് പറയുന്ന ഒരാൾ
എന്നെ വഴിയിൽ തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തി